പോളിംഗ് ശതമാനം ഉയർന്നതോടെ ആത്മവിശ്വാസത്തിലാണ് പത്തനംതിട്ട ജില്ലയിലെ മുന്നണി സ്ഥാനാർത്ഥികൾ. ഗ്രാമപഞ്ചായത്തിൽ 75%, നഗരസഭയിൽ 70%വുമാണ് വോട്ട് രേഖപ്പെടുത്തിയത്. സംസ്ഥാനത്ത് ഘട്ടം ഘട്ടമായി നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം പത്തനംതിട്ട ജില്ല ഉൾപ്പെടെയുള്ള 7 ജില്ലകളിലാണ് വോട്ടെടുപ്പ് ഇപ്പോൾ പൂർത്തിയായത്. പത്തനംതിട്ട ജില്ല എന്ന് പറയുമ്പോൾ ഒരു ജില്ലാ പഞ്ചായത്ത്, 4 നഗരസഭകൾ, 8 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 53 ഗ്രാമപഞ്ചായത്തുകൾ, 10 ലക്ഷത്തിൽ പരം വോട്ടർമാരാണ് ഇക്കുറി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിധി നിർണയിച്ചത്. ജില്ലാ പഞ്ചായത്തിൽ പുതിയതായി കലഞ്ഞൂർ വാർഡ് ഉൾപ്പെടെ 17 ഡിവിഷനുകളിലും ഒപ്പം തന്നെ 8 ബ്ലോക്ക് പഞ്ചായത്തുകളിലും 53 ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെടെ 1225 ബൂത്തുകളിലാണ് ഇക്കുറി വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തിയത്. നമുക്കിപ്പോൾ ലഭ്യമാകുന്ന കണക്കനുസരിച്ച് ഏകദേശം 70% കടക്കുമെന്നാണ് അറിയുന്നത്. കാരണം പത്തനംതിട്ട ജില്ലയുടെ കിഴക്കൻ മലയോര പ്രദേശമായ ഗവി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ വോട്ടിംഗ് ശതമാനം രാത്രിയോടുകൂടി കിട്ടുകയുള്ളൂ. എങ്കിൽ മാത്രമേ യഥാർത്ഥ ചിത്രം പൂർത്തിയാകുകയുള്ളൂ. എങ്കിലും വോട്ടിംഗ് ശതമാനം ഉയർന്നതോടുകൂടി മൂന്ന് മുന്നണികളും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. അതായത് 4 നഗരസഭകളിൽ എടുത്തു പറയേണ്ടത് പന്തളത്ത് ഏകദേശം 70%-ലേറെ വോട്ടിംഗ് ശതമാനം ഉയർന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ തിരുവല്ലായിൽ 69% ഉയർന്നിട്ടുണ്ട്. പത്തനംതിട്ട നഗരസഭയിൽ 69% ഉയർന്നിട്ടുണ്ട്. അടൂരിലും അതുപോലെ തന്നെ സമാനമായി. പക്ഷേ ഗ്രാമപഞ്ചായത്തുകളിലേക്ക് വരുമ്പോൾ 70-ന് മേലിലുള്ള വോട്ടിംഗ് ശതമാനമാണ് ഉയർന്നിട്ടുള്ളത്. സ്ത്രീ വോട്ടർമാരാണ് ഇക്കുറി ഏറ്റവും കൂടുതൽ ഗ്രാമീണ മേഖലയിലും ബ്ലോക്ക് തലത്തിലും ജില്ലാ പഞ്ചായത്തിലും രാവിലെ മുതൽ തന്നെ വോട്ട് ചെയ്യാൻ എത്തിയത്. രാവിലെ ഏറെക്കുറെ ഒരു 1.5 മണിക്കൂറുകൾ ഗ്രാമപഞ്ചായത്തുകളിൽ വോട്ടിംഗ് യന്ത്രത്തിന്റെ പല കാരണങ്ങൾ കൊണ്ട് വോട്ടിംഗ് നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ തന്നെയും തുടർന്ന് പിന്നെ സമയത്തിലെ ക്രമേണ പോളിംഗ് ശതമാനം ഉയർന്ന ഏകദേശം 70-നോട് അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇനിയുള്ള 3 ദിവസങ്ങൾക്ക് ശേഷം 13-ാം തീയതി ആയിരിക്കും അടുത്ത സംസ്ഥാനത്തിന്റെ വിധി നിർണ്ണയിക്കുന്ന ഒരു സെമി ഫൈനൽ എന്ന് വിശേഷിക്കപ്പെടുന്ന ഈ ത്രിതല പഞ്ചായത്തിന്റെ വോട്ടിംഗ് ഫലം പുറത്തു വരുന്നത്. ആ 3 ദിവസം വരെ നമുക്ക് കാത്തിരിക്കാം. പത്തനംതിട്ടയിൽ നിന്നും കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കൊപ്പം പ്രസാദ് MJ, പത്തനംതിട്ട.